അപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ പോണ വഴിയാണ്. ഓരോ പമ്പിൽ കയറുമ്പോഴും ഇതേമാതിരി CNG അടിക്കാൻ വരുന്നവരൊക്കെ നമ്മളെ വണ്ടി കണ്ടിട്ട് ഇതേപോലെ കാണാനുള്ള ആകാംക്ഷ കൊണ്ട് നിൽക്കാറുണ്ടോ. അപ്പോൾ ഇവർക്കൊക്കെ വണ്ടി നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഓക്കെ, गाड़ी अच्छा एकदम बढ़िया टेस्टी। नाम क्या है? नरेंद्र प्रजापति। नरेंद्र प्रजापति, नाइस नेम है। कुमार बोलते हैं, कुमार। कुमार, हाँ वही नाम। देवेंद्र प्रजापति। देवेंद्र प्रजापति, पवनी प्रजापति। പവൻ പ്രജാപതി. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാജസ്ഥാനിൽ നമ്മളെ ഒരു തണൽ ടിപ്പ് അങ്ങനെ നിർത്തിയില്ലാണ് കേട്ടോ. അതായത് ഗ്രാനൈറ്റും മാർബിളൊക്കെ ഉണ്ടാക്കാൻ പോണ കല്ല് കുറേ കൊണ്ടിട്ടുണ്ട്. ആ സൈഡിലാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആർമിൻ്റെ വണ്ടി പോകണുണ്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ ഇപ്പാണ് ശരിക്കും നമ്മൾ വടാപ്പാവ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പാവ് ബജി, ബജി പാവ് ഒക്കെ റെഡി. അപ്പോൾ ഇതിങ്ങനെ ഇതിലിങ്ങനെ ഒരു പീസ് എടുത്ത് നിൽക്കുക. ചപ്പാത്തി അങ്ങനെ ഓരോന്ന് കഴിച്ച് നടന്നിരുന്ന ടീംസാണ്. ഇവിടെ വന്നിട്ട് ബെന്നും ബജ്ജൊക്കെ സംഭവം. ഇതും വേറൊരു വൈബാണ്. ആൾ ഇന്ത്യ വാൻ ലൈഫിന്റെ 14ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് രാജസ്ഥാനിലൂടെയുള്ള യാത്രയാണ്. ജയ്സൽമീറാണ് പോണത്. അപ്പോൾ അതിനിടയിൽ നമ്മളിവിടെ കുറേ ഗ്രാനൈറ്റൊക്കെ ഉണ്ടാക്കുന്ന മലകളും ഒക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് അതൊക്കെ ഒന്ന് കാണണം. പിന്നെ അതേപോലെ ഇവിടെ ഫുള്ള് മരുഭൂമിയിലൊരു സ്ഥലം ഉണ്ടല്ലോ, എന്താ പറയുക, ഡെസേർട്ട്, സഹാറ മരുഭൂമിയിലേക്ക് മണലേറ്റി വിടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ ഡയലോഗ് ഇടണം. ജസ്റ്റ് നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ കാണാം. നമ്മളെ പതിവ് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. രാജസ്ഥാനിലൊക്കെ പോയാലും ജസ്റ്റ് അതിൻ്റെ കമൻറ്റുകളും എവിടെയൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറയാനുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചാലേ നമുക്ക് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റാം. ഓക്കെ, റോഡുകൾ രക്ഷയില്ലല്ലേ, നല്ല റോഡ്. അവിടെ കയറിയിട്ട് നമുക്ക് വലിയ ഇത് വന്നിട്ടില്ലല്ലോ, ടോളുകൾ കുറവാണ്. പക്ഷെ ടോളുകൾ വരാണ്ട് ഇനി നാഷണൽ ഹൈവേക്ക് കയറാണ്ട് നമ്മൾ. ഇവിടെ കടകളൊക്കെ തുറക്കണുണ്ട് രാവിലെ തന്നെ. ഒരു 10-11 മണി തുറക്കാൻ. കാരണം നല്ല തണുപ്പാവുണ്ട്. ഇവരെ നീക്കാൻ വേണ്ടിയാണെന്നുണ്ട്. അത് മാത്രല്ല, ഇവര് 10 മണി വരെ 11 മണി കടകളെല്ലാം ഉണ്ടായിരുന്നു. രാത്രി ഒരു 11 മണി വരെ ഉണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ ഫുൾ ടൈമാണ്. രാവുന്ന പകലില്ലാതെ ഫുൾ ടൈം കടകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടത് ഇവരെ മെയിനായിട്ടുള്ള പരിപാടി ഇതേമാതിരി പശു, ആട് അതൊക്കെ വളർത്തുക, അതിൻ്റെ പാലിട്ട് ജീവിക്കുക. ഈ കുറച്ചു പോയി കഴിഞ്ഞാൽ ഒട്ടകങ്ങളൊക്കെ കാണാം നമുക്ക്. കണ്ടോ ആ ചേച്ചി ആടിനെ കൊണ്ടുപോകണം. ഇതൊക്കെ എന്താ പറയുക, ചെറുതാക്കി നമ്മളെ നിലത്ത് വിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രാനൈറ്റൊക്കെ ആക്കിയിട്ട് റെഡിയാക്കി വരും. അപ്പോൾ നമ്മൾ അങ്ങനെ രാജസ്ഥാനിലെത്തിയിട്ടുണ്ട്. രാജസ്ഥാനിൽ ഇതാ ഈ മാർബിളൊക്കെ ആകെ പൊടിയാണ് കേട്ടോ സംഭവത്തിൽ. ഇങ്ങനെ ഡിസൈനിൽ ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. നിങ്ങൾ തുറന്നെടുത്ത് വലിയൊരു പാറയാണ്. ഇതേപോലത്തെ ഒരു കുന്നും മലയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാനുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പല ഡിസൈനിൽ വരുന്ന മാർബിളും ഗ്രാനൈറ്റൊക്കെ അതിൻ്റെ ഡിസൈൻ കണ്ടോ. അങ്ങനെ ഇതാണ് നമ്മളെ രാജസ്ഥാനിൽ ഗ്രാനൈറ്റ് കുഴിച്ചിരിക്കുന്ന ഒരു മല കേട്ടോ. മല തുറന്ന് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ വലിയ വലിയ പാറകൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഗ്രാനൈറ്റൊക്കെ. എന്നിട്ട് പോണ വഴിയുണ്ട് ഞങ്ങൾ ഫുള്ള് പൊടി കേട്ടോ. രക്ഷയില്ല. ഈ പൊടിയെ കൂടെ ചോദിച്ചിട്ട് അങ്ങോട്ട് പോകാൻ. വരാക്കിൻ്റെ വണ്ടിയാക്കി. അതെ, ഇവരെ മതിലുണ്ടെങ്കിൽ അത് വരെ ഗ്രാനൈറ്റിൻ്റെ പീസാണ്. ഇഷ്ടംപോലെ കണ്ടോ. കാറ്റാടിപ്പാടം, 2 സൈഡിൽ നിറഞ്ഞ ഫുള്ള് മണൽപ്പാടങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലത്തെ കർഷകരുള്ളത് കോറി ട്രാക്ടർ ഇരുമ്പ് കൊണ്ടുപോകണം അല്ലേ. രാജസ്ഥാന് പോണ റൂട്ടാണ്. പതിവ് പോലെ നമ്മളെ ലഞ്ച് ബ്രേക്കാണ് കേട്ടോ. അങ്ങനെ റോഡ് സൈഡിൽ ഇതാ നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. വണ്ടി
കുറേ എണ്ണുണ്ട്. ഇവിടെതാ 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 ഫുള്ളൊട്ടകം. രാജസ്ഥാനിലാണ് ഇവർ കാര്യമായിട്ടില്ലേ. എത്രയോ ദൂരം ഫുള്ള് ഇതേപോലെ തന്നെ രണ്ട് ഭാഗം കണ്ടോ. റോഡ് അങ്ങനെ പരന്ന് നടക്കും. അവിടെ നിന്നൊരു കയറ്റം കിട്ടിയില്ലല്ലേ നമുക്ക്. ഫുള്ള് തന്നെ അല്ലേ. അങ്ങനെ ഗാർഡിസ് ലേക്കിലേക്കുള്ള യാത്രേൻ്റെ സൈഡിൽ കൂടെ ഫുള്ള് കണ്ടോ. ഇവിടെ രാജസ്ഥാനി തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് ഗാർഡിസർ ലേക്ക് കേട്ടോ. ഇവിടെ ഈ ബോട്ടിൽ കയറിയിട്ടേ ആ ഇതിന് നടുക്കുള്ള ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് വരിക. സംഭവത്തിൽ ഇയാൾ ഈ മണൽ പല കളറിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ രൂപങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ചിത്രം വരച്ചിരിക്കുന്നതാ ഉണ്ടോ. പുള്ളി ഇപ്പം അതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. ഇവിടെ അപ്പൊ അങ്ങനെ നമ്മള് ജയ്സൽമീർ രാജസ്ഥാൻ ജയ്സൽമീർ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ ഈ സംഭവം കണ്ടപ്പോ ജസ്റ്റ് വീഡിയോ എടുത്തോട്ടോ. മൂപ്പര് മലയാളിയാണ്. കണ്ണൂരല്ല നാട്ടില് കണ്ണൂര്. ഇവിടെ അതേപോലത്തെ ചിത്രങ്ങളൊക്കെ വരക്കണേ ആളാണ്. ഞാൻ നേരത്തെ കണ്ടു. അപ്പൊ സംസാരത്തിൽ എവിടെ ഒരു മലയാള ഭാഷ കണ്ടപ്പോ നമ്മൾ ജസ്റ്റ് സംസാരിച്ചാണ്. പേരും ചെയ്തു നൗഷാദ്. ഓക്കെ. അപ്പൊ ഇവിടെ വരുന്ന ഒരു നൗഷാദ് ഖാനോട് ഒന്ന് ജസ്റ്റ് കാണാം. നമ്മളെ മൂപ്പര് വരച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം. ഫുൾ സപ്പോർട്ട് മൂപ്പര് തരും. ഓക്കെ. അങ്ങനെ നമ്മൾ ജയ്സൽമീർ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ രാത്രിയത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. അങ്ങനെ ജയ്സൽമീർ ഫോർട്ടിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് രാത്രി ഭയങ്കര രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ രാജസ്ഥാനിലെ ജയ്സൽമീറിലാണ്. ഇവിടെ ഗോൾഡൻ ഫോർട്ട് ഉണ്ട്